വെൽക്കം ടു CV. സക്സസ് ഈസ് എവരിവൺസ് റൈറ്റ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു ഗിവ് സ്കോർ ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് എങ്ങനെ സ്കോർ കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ജോയിൻ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഹയറിംഗ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് പ്രൊബേഷൻ പീരീഡിന് ശേഷമാവാം സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങളുടെ CV IDയിൽ ആഡ് ചെയ്യുക. സ്കോർ എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസിനെയും എബിലിറ്റിയും അനുസരിച്ചിട്ടാവും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ടോട്ടൽ സ്കോർ CV IDയിൽ കാണപ്പെടുന്നതായിരിക്കും. അത് പിന്നീട് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധ്യമല്ല. ഓരോ സ്ഥാപനത്തിലെയും വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിൻ ചെയ്തത് മുതൽ റിസൈൻ ചെയ്തതുവരെയുള്ള കാലഘട്ടത്തിലെ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പെർഫോമൻസ് സ്കോറിംഗ് ഉപകാരപ്പെടും. ഇതിനുള്ള സ്കോറിംഗ് ഷീറ്റ് CVയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വർക്ക് ചെയ്യുന്ന കാലഘട്ടം 1 മാസമോ 2 മാസമോ 6 മാസമോ കൂടുമ്പോൾ എംപ്ലോയിയുടെ പെർഫോമൻസ് അനുസരിച്ച് സ്കോറിംഗ് രേഖപ്പെടുത്താം. ഇപ്രകാരം രേഖപ്പെടുത്തുന്ന സ്കോറിൻ്റെ ആവറേജ് ആയിരിക്കും ഫൈനൽ സ്കോറായി CVയിൽ എൻ്റർ ചെയ്യുക. വർക്കിംഗ് പീരീഡിൽ പെർഫോമൻസ് സ്കോറിൻ്റെ ടോട്ടലാണ് എംപ്ലോയർ CV IDയിൽ രേഖപ്പെടുത്തുക. എന്നാൽ റെസിഗ്നേഷൻ ടൈമിൽ ഫൈനൽ സ്കോർ ഷീറ്റ് പൂർണ്ണമായും അവൈലബിൾ ആകും. ഇങ്ങനെ ഓരോ മാസം അല്ലെങ്കിൽ വർക്കിംഗ് പീരീഡിലെ പെർഫോമൻസ് സ്കോറിംഗ് വഴി ഓരോ എംപ്ലോയിയുടെയും ഗ്രോത്ത് അല്ലെങ്കിൽ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇത് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റിന് ഏറെ സഹായകരമാണ്. ഒരു കാര്യം കൂടി, ഒരു കമ്പനിയിലെ HR അല്ലെങ്കിൽ മാനേജർ അർഹതപ്പെട്ട എംപ്ലോയിക്ക് മാത്രമാണ് ഈ പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടുന്നതെന്ന് എംപ്ലോയിക്ക് ഉറപ്പുവരുത്താനും സാധിക്കും. ഇപ്രകാരം മാസാമാസമുള്ള പെർഫോമൻസ് സ്കോറിൻ്റെയും റിസൈൻ ടൈമിലുള്ള സ്കോറിൻ്റെയും ആവറേജാണ് ഫൈനൽ സ്കോറായി ആഡ് ചെയ്യുന്നത്. സ്ഥാപനത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് എംപ്ലോയി റിസൈനിങ് പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കി റെസിഗ്നേഷൻ ഡേറ്റിൽ HR-ന് അല്ലെങ്കിൽ എംപ്ലോയർക്ക് വീണ്ടും ഫൈനൽ സ്കോറിങ്ങിനായിട്ടുള്ള റിക്വസ്റ്റ് അയക്കണം. HR അല്ലെങ്കിൽ എംപ്ലോയർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഫൈനൽ സ്കോർ ഫില്ല് ചെയ്യും. അതിൻ്റെയും അത്രയും കാലഘട്ടത്തിൻ്റെയും പെർഫോമൻസ് സ്കോറിൻ്റെ ആവറേജ് എംപ്ലോയ് IDയിൽ ഓട്ടോമാറ്റിക്കലി ആഡാവും. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ എക്സ്പീരിയൻസ് ഓർ സ്കോറിംഗ് പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കി ഫൈനൽ സ്കോർ ആഡാക്കാതെ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഓർ നെയിം എംപ്ലോയിയുടെ IDയിൽ ആഡാക്കാൻ സാധ്യമല്ല. ഇതുമൂലം പ്രീവിയസ് കമ്പനിയിലെ പെർഫോമൻസും റിസൾട്ടും ബിഹേവിയറുമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമാണ് CV സ്കോറിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ്. കൂടുതൽ സംശയങ്ങൾക്കായി CVയെ കണക്ട് ചെയ്യാം. താങ്ക് യു.